നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ കണ്ടൊരു വാർത്തയാണ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എന്നെ വിഷമിപ്പിച്ചു. അത് മാത്രമല്ല, ഞെട്ടിപ്പോയി മനുഷ്യൻ. ഇങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ നമ്മളെ കേരളത്തിൽ നടക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു കാര്യം, ചെറിയൊരു കാര്യം പറയാം. ഒരു 2 ദിവസം മുന്നേ ഞാൻ പോണ വഴിക്ക് ഒരു കാറ് തട്ടിട്ട് ഞാൻ ഒന്ന് വണ്ടി ചെരിഞ്ഞ്, ഞാൻ വീണിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്ക് ആൾക്കാർ ഓടി വന്നിട്ട്, എടാ മോനെ എന്തിനു പറ്റിയോ, എന്തിനു പറ്റിയോ, എവിടുന്നൊക്കെ ആൾക്കാർ ഓടി വന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ ഏട്ടാ ഒന്നും പറ്റിയില്ലായിരുന്നു. അതുപോലെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവലുണ്ട്. ചെറുതാണെങ്കിലും എങ്ങനെയായാലും നമ്മൾ വണ്ടി നിർത്തി ഓടി പോയിട്ട് ആരെ എഴുന്നേൽപ്പിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇനി വെള്ളം കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വെള്ളം കൊടുക്കുക ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു കുട്ടി അരമണിക്കൂറോളം അവിടെ കിടന്നിട്ട് ചോര വാർന്നു പോകുമ്പോഴും പാട്ട് കേട്ട് ഉല്ലസിച്ച് ഇത് നോക്കി ഇങ്ങനെ പോകുന്ന ആൾക്കാരൊരു ഒരു മാനസിക അവസ്ഥ ഞാൻ ആലോചിക്കുക. അവർ കേരളത്തിൽ തന്നെയല്ലേ, ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്ന ആൾക്കാർ. സ്വന്തം വീട്ടിലൊരു ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ചെയ്യോ? ഞാൻ ഇവിടെ പണ്ട് ഈ അസുരൊക്കെ നമ്മളെ പുരാണത്തിലൊക്കെ ഒരു കഥാപാത്രങ്ങളുണ്ട്, വില്ലന്മാരെ അസുരന്മാരെന്ന് വിളിക്കും. ഈ അസുരന്മാര് പോലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആ ആയുധം കാൽക്കൽ വെച്ചിട്ട് ഇങ്ങനെ കൈ തൊഴുത് നിന്നു നമസ്കരിക്കും പറയാൻ. കാരണം അവർക്ക് പോലും ഇത്രയും വിഷം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മക്കളോട് പറയേണ്ടത്, അച്ഛൻ ഇങ്ങനെ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ അല്ലെങ്കിൽ അമ്മാവ ആരായിക്കോട്ടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുടുംബത്തിലും നിങ്ങളെ ചുറ്റുപാടുള്ള ആർക്കും മാതൃകയാക്കാൻ പറ്റൂല. അത്രയ്ക്ക് ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. എന്തായാലും പറയും ഒരാൾക്ക് പോലും ആ വണ്ടി നിർത്തിയിട്ട് ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ചിന്താഗതി, ഒരു മനോഗതി ഇല്ലെങ്കിൽ നിങ്ങളെ തന്നെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ മനുഷ്യരാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് കണ്ണാടി നോക്കി സ്വയം ചോദിച്ചാൽ മതി. ഇത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു മനോഭാവമുള്ള ആൾക്കാരെ ഞാൻ ഇപ്പൊ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ബൈ.